ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് തിരുവനന്തപുരം സദ്യയിലെ സ്പെഷ്യൽ വിഭവമായ ബോളിയാണ്. അപ്പം നല്ല സൂപ്പർ സോഫ്റ്റായ ബോളി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. വേറെ ഒരു പരിപ്പും ഇതിൽ ചേർക്കരുത്. വടപ്പരിപ്പോ പയർപ്പരിപ്പോ പാശിപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഒന്നും ചേർക്കരുത്. ഇതിന് വേണ്ടത് കടലപ്പരിപ്പാണ്. 1 കപ്പ് കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുക്കറിലിട്ട് 3 വിസിൽ വരുന്നത് വരയ്ക്കും വേവിച്ചെടുക്കണം. വെന്തുടഞ്ഞു പോകരുത്, ഇതുപോലെ ആയിരിക്കണം. ഇനി ഇത് നമുക്ക് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 2.5 കപ്പ് വെള്ളമാണ് ഞാൻ വേകാൻ വേണ്ടിയിട്ട് ഒഴിച്ചത്. വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം നമുക്ക് 1 കപ്പ് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ഇതുപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതൊരു അരമണിക്കൂർ ഇരുന്നോട്ടെ. ആ സമയത്ത് വെള്ളം വാർന്നു കഴിഞ്ഞ പരിപ്പ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര കറക്റ്റ് അളവാണ്, ഓവർ മധുരം ആയിരിക്കത്തില്ല, കറക്റ്റാണ്. 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് ഈ അരച്ച മിശ്രിതത്തിനോട് കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ജാതിക്ക പൊടി കൂടെ ചേർക്കണം, പക്ഷെ അതില്ലാത്തപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതീയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലുള്ള വെള്ളം, അതായത് പഞ്ചസാരയുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണം. അപ്പോൾ അതുവരെയ്ക്കും അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെയ്ക്കും നമുക്ക് ചെറുതീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇപ്പം ഇളക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പരിപ്പ് മിശ്രിതം ഉരുട്ടിയെടുക്കണം. ഈ 1 കപ്പ് അളവിൽ 13 ഉരുളയാണ് എനിക്ക് കിട്ടിയത്. ഇനി അതേപോലെ മൈദ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ മാവ് അതുപോലെ ഉരുട്ടിയെടുക്കാം. അത് നെല്ലിക്ക വലുപ്പത്തിൽ, അതായത് നമ്മൾ പരിപ്പ് ഉരുട്ടി വെച്ചിരിക്കുന്നില്ലേ അതിൻ്റെ നേർ പകുതി ചെറിയ ഉരുളായിരിക്കണം മൈദ മാവ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി അത് നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയ ശേഷം അത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ആ പരിപ്പ് ഉരുട്ടി വെച്ചിരിക്കുന്ന പരിപ്പ് ഈ മൈദ മാവ് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ മൈദ മാവ് ഉരുട്ടി വന്നപ്പോൾ അതിൽ 11 ഉരുളയെ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് 2 ഉരുള കൂടെ ഞാൻ അതിൽ നിന്ന് എടുത്തായിരുന്നു. അതുകൊണ്ട് മൈദ കുഴയ്ക്കാൻ എടുക്കുമ്പോൾ 1 കപ്പ് മൈദ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം പരത്തി അതിൻ്റെ അകത്ത് പരിപ്പ് മിശ്രിതം വയ്ക്കുകയാണ്. ഇതേ ടൈപ്പിലുള്ള ഡിഷ് മഹാരാഷ്ട്രയിൽ പൂരൻ പോളി എന്ന് പറയും. ആന്ധ്രയിൽ കർണാടകയിലൊക്കെ ഒബട്ടു ഹോളീജ് എന്നൊക്കെ പറയും. പക്ഷെ അതുണ്ടാക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം അതിൽ ചേർക്കുന്നത് ശർക്കരയാണ്. നമ്മളിവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇത് തയ്യാറാക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഫ്ലാറ്റാക്കിയ ശേഷം അരിപ്പൊടി പരത്താനായിട്ട് ഉപയോഗിക്കേണ്ടത്. അധികം ബലം കൊടുക്കാതെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇത്രയും ഞാൻ ചെയ്താൽ മതിയായിരുന്നു. ഒരു തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ തിരിച്ചിട്ട് ഞാൻ പരത്തി. അതിലുള്ള പരിപ്പ് മിശ്രിതമൊക്കെ ഇതുപോലെ വന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ പരത്തുമ്പം മറിച്ചിടണ്ട.
ഫസ്റ്റത്തെ ഇത് തന്നെ പതുക്കെ അത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അടുത്തത് ഞാൻ പരത്തിയപ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് പരത്തിയില്ല, അതേ ഇതുപോലെ തന്നെ. അപ്പോൾ അധികം ബലം കൊടുക്കാതെ നൈസായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഇതേ അളവിൽ, അതായത് കടലപ്പരിപ്പ് 1 കപ്പ്, പഞ്ചസാര 1/4 കപ്പ്, മൈദാമാവ് മാത്രം 1 കപ്പ് മൈദാമാവ്, ഒരു ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അടുത്ത ദിവസം എടുത്തപ്പോഴും നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഇതേ അളവിലെടുത്താൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് വരും. ദോശക്കല്ല് ചൂടാക്കിയ ശേഷം ആ ബോളി ഇട്ടു. കുറച്ച് നെയ്യ് കൂടെ ഒന്ന് തൂവി കൊടുക്കണം. മൊത്തത്തിൽ അപ്പുറത്തിപ്പുറത്ത് തിരിച്ച് മറിച്ചിട്ടെടുക്കണം. ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ തന്നെ നന്നായിട്ട് ബോളി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലാണ് ബോളിയും പാൽപ്പായസവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.